ചോക്കാട് വാളക്കുളം ഫർണിച്ചർ ഷോപ്പിൽ തീപിടുത്തം. തീ സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പടർന്ന് പരിഭ്രാന്തി പരത്തി. നിലമ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരും ഫർണിച്ചർ ഷോപ്പിലെ ജീവനക്കാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ തീയണച്ചു. ഫർണിച്ചർ ഷോപ്പിലെ മെഷീനുകളിൽ നിന്നും സ്പാർക്ക് ഉണ്ടാവുകയും മരപ്പൊടിയിൽ തീ പടരുകയും ചെയ്താണ് തീ വലിയ തോതിൽ ആളിക്കത്തിയത്. കരുളായി സ്വദേശി പനോലൻ സക്കീർ എന്ന കുഞ്ഞുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഫർണിച്ചർ ശാല. സ്ഥാപനത്തിലെ മെഷീനുകളിൽ നിന്നുള്ള തീപ്പൊരി പുകക്കുഴലിലൂടെ പുറത്തുകടന്ന് മരപ്പൊടിക്ക് തീപിടിച്ചതാവാമെന്നാണ് കരുതുന്നത്. കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും വലിയ തോതിൽ തീ ആളിക്കത്തി. ഏറെ ദുഷ്കരമായ സ്ഥലത്താണ് തീപിടിച്ചത്. ഏറെ സാഹസപ്പെട്ടാണ് ഫയർഫോഴ്സ് ജീവനക്കാരും ഫർണിച്ചർ ഷോപ്പിലെ തൊഴിലാളികളും ചേർന്ന് തീയണച്ചത്. തീ ആളിപ്പടരുന്നത് നിയന്ത്രിക്കാനായത് വലിയ ആശ്വാസമായി. നിലമ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എ മാർക്കോസ്, ഫയർമാൻമാരായ എ ശ്രീരാജ്, കെ സഞ്ജു, കെ അനൂപ്, പി മുഹമ്മദ് ഷാഫി, ഹോംഗാർഡ് കെ ഗോപാലകൃഷ്ണൻ എന്നിവരാണ് തീയണച്ചത്. പൂക്കോട്ടുംപാടം KSCB സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരും സ്ഥലത്തെത്തി. നൂറുകണക്കിന് അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇത് രണ്ടാം തവണയാണ് തീപിടുത്തമുണ്ടാകുന്നത്. ആദ്യമുണ്ടായ തീപിടുത്തത്തിൽ കോടികളുടെ ഫർണിച്ചറുകളും മെഷീനുകളുമെല്ലാം കത്തിച്ചാമ്പലായിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരമുണ്ടായ തീപിടുത്തത്തിൽ പെട്ടെന്ന് തന്നെ തീ നിയന്ത്രിക്കാനായത് വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാനായി. ആസാമിലെ നിയമസഭാ ഇലക്ഷനിലും പശ്ചിമബംഗാളിലെ ഇലക്ഷനിലും വോട്ട് ചെയ്യാൻ തൊഴിലാളികൾ പോയതിനാൽ ഇപ്പോൾ അധികം ജോലിക്കാരില്ല. ജോലിയിലുള്ള കുറച്ചുപേരേറെ സാഹസപ്പെട്ടാണ് ഫാക്ടറിയിലെ തീ നിയന്ത്രിച്ചത്. വൈകുന്നേരം 6 മണിയോടെയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. ന്യൂസ് നൗ സ്വന്തം.